തുഞ്ചത്തെഴുത്തച്ഛൻ കളമെഴുതി മലയാള ഭാഷയ്ക്കാചാര്യനായി കിളിപ്പാട്ടിൻ രൂപത്തിൽ രാമകഥ ഭക്തി തൻ ദീപ്തി പരത്തി ലോകമെങ്ങും ഞങ്ങളുടെ ഗുരുനാഥൻ എഴുത്തച്ഛൻ. കഥ പറയുന്നതിനായി കിളിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുന്ന സൽക്കാരപ്രിയനായ കവിയെയാണ് ദ്രോണപർവ്വത്തിന്റെ തുടക്കത്തിൽ നാം കാണുന്നത്. കിളിയെ സന്തോഷിപ്പിക്കുന്നതിനായി ഇഷ്ടവിഭവങ്ങളും വിശിഷ്ട ഭോജ്യങ്ങളും കവി വാഗ്ദാനം ചെയ്യുന്നു. കുറുക്കിക്കൊഴുത്ത പാൽ പഞ്ചദാരപ്പൊടി ചേർത്ത് കുറുക്കി കുഴമ്പാക്കി ഒരു വെള്ളിപ്പാത്രത്തിൽ കവി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. കൂടാതെ നല്ല കദളിപ്പഴങ്ങൾ നന്നായി ഉടച്ച് തേനൊഴിച്ച് അതിൽ ശർക്കര വെല്ലം എന്നിവ ചേർത്ത് വേറെ വെച്ചിട്ടുണ്ട്. ഇവയെല്ലാം ഇഷ്ടം പോലെ ഭക്ഷിക്കാമെന്ന് കവി പറയുന്നു. ദാഹം തോന്നുകയാണെങ്കിൽ നീലക്കരിമ്പിന്റെ ചാറും ഇളനീരും പാലും തേനും മതിയാവോളം കുടിക്കാനും കവി പറയുന്നു. തന്റെ ചെവി രണ്ടും കുളിർപ്പിക്കുന്ന കഥ പൈങ്കിളി പറയാൻ വേണ്ടി കവി കാഴ്ചവെക്കുന്നത് മലയാളിയുടെ നാവിൽ കൊതിയൂറുന്ന വിഭവങ്ങൾ തന്നെയാണ്. കിളിമകളോടുള്ള കവിയുടെ വാത്സല്യവും വൈകാരിക ബന്ധവുമാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. മഹാഭാരത യുദ്ധത്തിലെ ദ്രോണപർവ്വത്തിന്റെ തുടക്കത്തിലുള്ള ഒരു നിർണായക നിമിഷമാണിത്. ഭീഷ്മർ ശരശയ്യയിൽ വീണതിനെ തുടർന്ന് കൗരവ പടയ്ക്കൊരു പുതിയ നായകനെ ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ തന്റെ വിശ്വസ്ത സുഹൃത്തായ കർണനോട് സേനാധിപത്യം ഏറ്റെടുക്കാൻ ദുര്യോധനൻ ഈ ഘട്ടത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് കർണന്റെ വ്യക്തിത്വവും മഹത്വവും വെളിവാക്കുന്ന സുപ്രധാനമായ മറുപടിയുണ്ടാകുന്നത്. കുരുക്ഷേത്ര യുദ്ധത്തിലെ ഈ നേതൃമാറ്റം കഥാഗതിയെ എങ്ങനെ സ്വാധീനിച്ചു എന്നതിലേക്കാണ് ഈ വിവരങ്ങൾ വിരൽ ചൂണ്ടുന്നത്. ചുരുക്കത്തിൽ പ്രതിസന്ധി ഘട്ടത്തിൽ കർണന്റെ ഔന്നത്യം പ്രകടമാകുന്ന ഒരു ചരിത്ര മുഹൂർത്തമാണിത്. ധർമ്മത്തിന്റെ അഗ്നിജ്വാലയായി ആദർശത്തിൻ സൂര്യതേരായി കർണൻ മഹാവീരൻ കർണൻ മഹാത്യാഗി. മഹാഭാരതത്തിലെ പ്രമുഖ കഥാപാത്രമായ കർണന്റെ ധർമ്മബോധത്തെയും മൂല്യങ്ങളെയും കുറിച്ചാണ് ഇവിടെ പറയുന്നത്. തന്റെ ഗുരുവായ ദ്രോണാചാര്യർ ജീവിച്ചിരിക്കുമ്പോൾ സൈന്യാധിപ സ്ഥാനം ഏറ്റെടുക്കുന്നത് അനാദരവാണെന്നും അർഹതയില്ലാത്ത അധികാരം വേണ്ടെന്നു വയ്ക്കാനും തന്റെ ഊഴത്തിനായി ക്ഷമയോടെ കാത്തിരിക്കാനുമുള്ള കർണന്റെ മനസ്സ് ഇതിലൂടെ വ്യക്തമാകുന്നു. അനീതിയുടെ വഴിയിലൂടെ ലഭിക്കുന്ന പദവികളേക്കാൾ നീതിപൂർവമായ മാർഗത്തിലൂടെ അധികാരം നേടാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ഉന്നതമായ ആദർശങ്ങളും വിനയവും കാത്തുസൂക്ഷിച്ച ഒരു വ്യക്തിത്വമായാണ് കർണനെ ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. ഒരു നീതിമാനായ പോരാളിയുടെ ധാർമ്മികമായ നിലപാടുകളെയാണ് എഴുത്തച്ഛൻ ഈ വരികളിലൂടെ വ്യക്തമാക്കുന്നത്. കർണന്റെ ഉദാത്തമായ ജീവിത മൂല്യങ്ങളെ ഇന്നത്തെ ആധുനിക സമൂഹവുമായി താരതമ്യം ചെയ്യുമ്പോൾ അധികാരത്തിനായി അന്യരെ തരംതാഴ്ത്തുന്ന ഇന്നത്തെ സ്വാർത്ഥമായ പ്രവണതകൾക്ക് വിപരീതമായി അർഹതയില്ലാത്ത പദവികൾ നിരസിക്കാനുള്ള ആർജവമാണ് കർണന്റെ മാതൃകയായി ഇവിടെ ഉയർത്തിക്കാട്ടുന്നത്. മറ്റുള്ളവരെ അംഗീകരിക്കാനും ബഹുമാനിക്കാനുമുള്ള അദ്ദേഹത്തിന്റെ സ്വഭാവം ഇന്നും നമുക്ക് പിന്തുടരാവുന്ന വലിയൊരു പാഠമാണെന്ന് ഈ വരികൾ ഓർമ്മിപ്പിക്കുന്നു. സ്തുതിപാഠങ്ങളിലൂടെ ലഭിക്കുന്ന സ്ഥാനമാനങ്ങളെക്കാൾ സ്വന്തം വ്യക്തിത്വത്തിനും അന്തസ്സിനും വില നൽകുന്ന ഒരു ജീവിതശൈലിയാണ് ഈ സന്ദേശം ലക്ഷ്യമിടുന്നത്. ഔചിത്യപൂർണമായ പെരുമാറ്റത്തിലൂടെയും ധാർമ്മികമായ നിലപാടുകളിലൂടെയും എങ്ങനെ ഒരു മികച്ച വ്യക്തിയാകാം എന്നതിനെക്കുറിച്ചുള്ള ഒരു മാർഗരേഖ കൂടിയാണ് കർണന്റെ നിലപാട്. കല്യാണ സൗഗന്ധികം ശീതങ്കൻ തുള്ളലിന്റെ മുഖവുരയായി കവി നടത്തുന്ന ഈശ്വരവന്ദനത്തിന്റെ അവസരത്തിലാണ് മേൽപ്പറഞ്ഞ വരികളുള്ളത്. ആദരവോടെയാണെങ്കിലും ആഹാരം ധാരാളമായി കോരി വിളമ്പിയാൽ ആഹാരത്തിന് സ്വാദില്ലാതെയാകും. ആഹാരം പോലെയാണ് വാക്കും. വാക്കും ആഹാരവും ആവശ്യത്തിന് മാത്രം നൽകണം. അധികമായാൽ ആഹാരത്തിന് സ്വാദു കുറയും പോലെ വാക്കധികമായാൽ ഫലം കുറയും. കനക്കെ ചുരുക്കി ഞാൻ പറയാം എന്ന് കവി കിഴിയോട് പറയുന്നു. ഭാഷാപരമായ മിതത്വം പാലിക്കണം എന്നാണ് ഇതിലൂടെ എഴുത്തച്ഛൻ അർത്ഥമാക്കുന്നത്. കാര്യങ്ങൾ ചുരുക്കി പറയുമ്പോഴാണ് കേൾവിക്കാർക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്.
ഭാഷ മിതവും അർത്ഥസമ്പുഷ്ടവുമായിരിക്കണം എന്ന ആശയമാണ് കുഞ്ചൻ നമ്പ്യാരും എഴുത്തച്ഛനും പറയുന്നത്. ആവശ്യത്തിലേറെ വലിച്ചു നീട്ടുകയോ പരത്തിപ്പറയുകയോ ചെയ്താൽ ഭാഷയുടെ ജീവൻ തന്നെ ഇല്ലാതാകും. കനത്ത ആശയങ്ങൾ സംഗ്രഹിതമായി പറയുന്ന കവിയാണ് എഴുത്തച്ഛൻ. അധ്യാത്മരാമായണം, മഹാഭാരതം, കിളിപ്പാട്ടുകൾ സൂക്ഷ്മമായി അപഗ്രഥിച്ചാൽ ഇക്കാര്യം ബോധ്യമാകും. തുഞ്ചത്തെഴുത്തച്ഛന്റെ ദ്രോണപർവം കിളിപ്പാട്ടിലെ കഥകൾ അതിമോഹനം എന്ന ഭാഗത്തെ പ്രധാന ആശയങ്ങൾ താഴെ പറയുന്നവയാണ്. ഈ കൃതിയുടെ അന്തഃസത്ത 3 പ്രധാന കാര്യങ്ങളിൽ അധിഷ്ഠിതമാണ്. കവിയുടെ ഭക്തി, പഞ്ചവർണ്ണ കിളിയോടുള്ള വാത്സല്യവും തന്റെ ഭാഷയോടുള്ള അഗാധമായ സ്നേഹവും ഇതിൽ തെളിഞ്ഞു നിൽക്കുന്നു. കർണന്റെ ധർമ്മം, അധികാരത്തോടുള്ള മോഹമില്ലായ്മയും ഗുരുക്കന്മാരോടുള്ള ആദരവും കർണന്റെ സ്വഭാവത്തിലൂടെ ഇതിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. കാവ്യഭാഷ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വലിയ അർത്ഥങ്ങൾ ഉൾക്കൊള്ളുന്ന ഭാഷാപരമായ മിതത്വം ഈ കൃതിയുടെ പ്രത്യേകതയാണ്. ഈ 3 ഘടകങ്ങളും തത്വചിന്തയിലും ധർമ്മബോധത്തിലുമാണ് സംഗമിക്കുന്നത്.